നമസ്കാരം. ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചെന്ന PRO വിപിൻ കുമാറിന്റെ പരാതി വലിയ വിവാദമായിരിക്കുകയാണ്. പരാതിയിൽ പോലീസ് കേസും എടുത്തു. വിപിനുമായി ഒന്നിച്ചു പ്രവർത്തിച്ചപ്പോഴുണ്ടായ മോശം അനുഭവം പങ്കുവച്ച് സംവിധായകൻ ജെയിൻ വന്നേരി ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. ഒരു സിനിമയുടെ കഥയുമായി ഉണ്ണി മുകുന്ദനെ സമീപിക്കാൻ ശ്രമിച്ച താനടക്കമുള്ളവർക്ക് വിപിൻ കുമാറിൽ നിന്നുണ്ടായ തിക്താനുഭവമാണ് ജെയിൻ വിവരിക്കുന്നത്. 2018 പുറത്തെത്തിയ ഒറ്റയ്ക്കൊരു സംവിധായകൻ എന്ന സിനിമയുടെ സംവിധായകരിൽ ഒരാളാണ് ജെയിൻ വന്നേരി. വിപിന് ഒരടിയുടെ കുറവുണ്ടായിരുന്നു. അത് ഉണ്ണിയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നാണ് ജെയിൻ കുറിച്ചത്. ജെയിൻ വന്നേരിയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: ഇവന് ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു. അത് ഉണ്ണിയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയതിൽ സന്തോഷം. 2021 എൻ്റെ സ്ക്രിപ്റ്റിൽ ഉണ്ണിയെ നായകനാക്കി ഒരു ബിഗ് ബഡ്ജറ്റ് പടം ചെയ്യാൻ ഒരു സംവിധായകൻ വന്നു. പ്രൊഡ്യൂസർ കന്നഡ സിനിമകളൊക്കെ ചെയ്ത ഒരാളായിരുന്നു. അവർക്ക് ഒറ്റ കണ്ടീഷനുള്ളത് നായിക രശ്മിക മന്ദാന ആയിരിക്കണം. അന്ന് പുഷ്പ റിലീസ് ചെയ്തിട്ടില്ല. സൗത്തിലെ 4 ഭാഷയിലും ഒരുമിച്ച് റിലീസ് ചെയ്യാനാണ് പ്ലാൻ. പരിപാടി കുറച്ച് വലുതായതുകൊണ്ട് പ്രൊജക്ട് ബാദുഷയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. ഗോകുലം പാർക്കിൽ പോയി ബാദുഷയുടെ കഥ പറഞ്ഞു. കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം തിരക്കിലായതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ പിരിഞ്ഞു. എന്നാൽ അന്ന് രാത്രി പുള്ളിയുടെ ഒരു സുഹൃത്ത് റിയാസ് വിളിച്ച് ബാദ്ക കൂടെയുണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്ക് ഫോൺ കൊടുത്തു. എൻ്റെ കഥ ഗംഭീരമാണെന്നും ഉണ്ണിക്ക് പെർഫോം ചെയ്യാൻ ഒത്തിരി സാധ്യതകളുണ്ടെന്നും കൊമേഴ്ഷ്യലി വലിയ വിജയമാകാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞു. ഉണ്ണി ദുബായിലായിരുന്നതുകൊണ്ട് ബാദുഷ പറഞ്ഞത് പ്രകാരം ഉണ്ണിയുടെ മാനേജർ വിപിനോട് കഥ പറഞ്ഞു. കഥ കേട്ട് കൊള്ളാമെന്ന് പറഞ്ഞ വിപിൻ ഇതിന് എത്ര ബഡ്ജറ്റ് ആകുമെന്ന് ചോദിച്ചു. 12 കോടിയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. എന്തോ അതത്ര കൺവിൻസിംഗ് ആകാത്ത പോലെ ശരി ഞാൻ ഉണ്ണിയോട് പറയാമെന്ന് പറഞ്ഞ് കൈ തന്നു പിരിഞ്ഞു. പിന്നീട് 2 മാസം ഒരു അപ്ഡേറ്റിന് വേണ്ടി വിപിനെയും ബാദുഷയും നമ്പറിൽ പലതവണ ഞാൻ വിളിച്ചു. ആദ്യമൊക്കെ ഓരോ ഒഴിവ് പറഞ്ഞ് അവർ പിന്നീട് കോൾ എടുക്കാതെയും മെസ്സേജിന് റിപ്ലൈ ചെയ്യാതെയുമായി. ഒടുവിൽ പ്രൊഡ്യൂസർ കൈവിട്ടു പോകുമെന്ന അവസ്ഥയിൽ മലയാളത്തിലെ മറ്റൊരു പ്രൊഡക്ഷൻ കൺട്രോളറെ പ്രൊജക്ട് ഏൽപ്പിച്ചു. 24-ന് ഞാൻ വിളിച്ച് അദ്ദേഹത്തോട് ആവശ്യം പറഞ്ഞു. 26-ന് വൈകുന്നേരം 6 മണിക്ക് ഞങ്ങൾ മാരിയറ്റ് ഹോട്ടലിൽ ഉണ്ണിയെ മീറ്റ് ചെയ്തു. ഉണ്ണിയുടെ കൂടെ വിപിനും ഉണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടതും അയാളുടെ മുഖം മാറി. ഞങ്ങളാണ് കഥ പറയാൻ വരുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. ഡീറ്റെയിൽ ആയി കഥ കേൾക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഉണ്ണി സിനോപ്സിസ് കേട്ടു. ഞാൻ പിച്ച് ഡെക്ക് കാണിച്ചു. അതിൽ ഒരു സീനിൽ വരുന്ന ഗസ്റ്റ് റോളിന് ദുൽഖർ സൽമാനെ ആയിരുന്നു മനസ്സിൽ കണ്ടത്. അത് കണ്ടപ്പോൾ ഉണ്ണി ചോദിച്ചു, ഒരു സീനൊക്കെ ദുൽഖർ ചെയ്യുമോ? ഉടനെ അടുത്തിരുന്ന വിപിൻ അറിയാതെ പറഞ്ഞു, അത് ഞാനും ഇവരോട് ചോദിച്ചതാണെന്ന്. അപ്പോൾ ഉണ്ണി വിപിനോട് ചോദിച്ചു, നീ ഈ കഥ മുൻപ് കേട്ടിരുന്നോ? വിപിൻ എന്തൊക്കെയോ പറഞ്ഞു ഉരുണ്ട് കളിച്ചു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കഴിഞ്ഞ 2 മാസമായി ഉണ്ണി ഈ പ്രൊജക്റ്റിനെ കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല എന്ന്. ഉണ്ണിക്ക് പ്രൊജക്റ്റിൽ താല്പര്യം തോന്നി. ഒരാഴ്ച കഴിഞ്ഞ് ഡീറ്റെയിൽ ആയി സ്ക്രിപ്റ്റ് വായിച്ച് കേൾക്കാമെന്ന് പറഞ്ഞു പിരിഞ്ഞു. അപ്പോൾ സംവിധായകന്റെ ഫോണിൽ ബാദുഷയുടെ ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ടായിരുന്നു. പ്ലീസ് കോൾ മീ ബാക്ക് എന്ന്. ഇനി തിരിച്ചു വിളിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് ആ ഡയറക്ടർ മെസ്സേജ് അവോയ്ഡ് ചെയ്തു. അടുത്ത ദിവസം രാവിലെയും ബാദുഷ ഡയറക്ടറെ വിളിച്ചു. ഡയറക്ടർ കോൾ എടുത്തില്ല. ഞങ്ങൾ ഉണ്ണിയോട് സംസാരിക്കുന്ന നേരം വിപിൻ ആർക്കോ കാര്യമായി മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ബാദുഷയ്ക്ക് ആയിരുന്നിരിക്കാം. 3 ദിവസം കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർക്ക് കൊച്ചിയിൽ നിന്ന് ഒരു കോൾ. ഏതോ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാൾ. ഉണ്ണിയെ വെച്ച് ചെയ്യുന്ന പ്രൊജക്ട് റിസ്ക് ആണെന്നും ഷൂട്ട് പോലും കംപ്ലീറ്റ് ആകില്ലെന്നും ആയാൽ തന്നെ റിലീസ് ആകുമെന്ന് ഉറപ്പില്ലെന്നും ഒക്കെ പറഞ്ഞ് പ്രൊഡ്യൂസറെ നന്നായി പേടിപ്പിച്ചു. സംവിധായകനെ വിളിച്ച് ഞാനൊന്ന് ഫാമിലിയുമായി ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ 2 ദിവസത്തിന് ശേഷം വിളിച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ആ പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറി. അങ്ങനെ വലിയൊരു പ്രൊജക്ട്, ഒത്തിരി പേരുടെ പ്രയത്നം, പ്രതീക്ഷ, സ്വപ്നങ്ങൾ എല്ലാം അതോടെ ഇല്ലാതായി. അതിനൊരു കാരണം ഇന്ന് ഉണ്ണി ചെവിക്കല് നോക്കി ഒന്ന് കൊടുത്ത വിപിൻ തന്നെയായിരുന്നു. സത്യത്തിൽ ഉണ്ണിയോട് കഥ പറയാൻ വിപിൻ്റെ പുറകെ നടന്ന പലരും ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് ഉണ്ണി ചെയ്തത്. പിന്നെ ഇപ്പം അടിച്ചുവിടുന്ന തലക്കെട്ട് നരിവേട്ടയെ പ്രശംസിച്ചതിന് ഉണ്ണി തല്ലി എന്ന വിപിൻ്റെ PR ബുദ്ധി മാത്രമാണ്. അവനറിയാം ഒരു വാർത്തയെ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യണമെന്ന്. അതാണല്ലോ അവൻ്റെ പണി. സത്യം എന്തെന്ന് അറിയണമെങ്കിൽ ഉണ്ണിയുടെ ഭാഗം കൂടി കേൾക്കണമെന്നും കുറിപ്പിൽ പറയുന്നു.